തിരുവനന്തപുരത്ത് അട്ടിമറി വിജയം നേടിയ ബി.ജെ.പി. ഭരണം പിടിക്കാനുള്ള വഴികൾ തേടുമ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ നിലപാട് പരസ്യമാക്കി കഴിഞ്ഞു. നിലവിൽ യു.ഡി.എഫിന് പിന്തുണ കൊടുക്കാമെന്ന ആലോചനയിലാണ് രാധാകൃഷ്ണൻ എത്തി നിൽക്കുന്നത്. ഇതിനു പിന്നാലെ കോൺഗ്രസിനെതിരെ വിമതനായി മത്സരിച്ച് വിജയിച്ച സുധീഷ് കുമാറും യു.ഡി.എഫിന് പിന്തുണ കൊടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ സീറ്റുകളുടെ എണ്ണം 50 ആകും. എൻ.ഡി.എക്ക് 50 സീറ്റുണ്ട്. ഇതോടെ തലസ്ഥാനത്ത് ബി.ജെ.പി. മേയറുന്ന സ്വപ്നമാണ് പാർട്ടിക്ക് നഷ്ടമാകുന്നത്. വിഴിഞ്ഞം വാർഡിൽ ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ബി.ജെ.പിക്ക് കാര്യമായ സ്വാധീനം ഇവിടെയില്ല. ഒന്നുകിൽ എൽ.ഡി.എഫ് അല്ലെങ്കിൽ യു.ഡി.എഫ്, ഈ രണ്ട് മുന്നണിയിലുള്ള ആരെങ്കിലുമാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. ഇതോടെയാണ് ബി.ജെ.പിയുടെ മോഹങ്ങൾ തകർന്നടിയുന്നത്. പാറ്റൂർ രാധാകൃഷ്ണനെ ഒപ്പം നിർത്താനുള്ള സാധ്യതകളാണ് ഇവിടെ ബി.ജെ.പി. തേടിയത്. എന്നാൽ പിന്തുണ യു.ഡി.എഫിനാണെന്ന് പറഞ്ഞ് പാറ്റൂർ രാധാകൃഷ്ണൻ കൈകഴുകുകയായിരുന്നു. എന്നാൽ യു.ഡി.എഫ് എൽ.ഡി.എഫ് സഖ്യം ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരസഭയിൽ സഖ്യമുണ്ടാക്കില്ലെന്ന് ഉറപ്പാണ്. അതേസമയം ഭരണസമിതിയിൽ അംഗമാകാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ആകെയുള്ള 101 ഡിവിഷനുകളിൽ 100 വോട്ടെടുപ്പ് നടന്നത്. വിഴിഞ്ഞത്ത് സ്ഥാനാർത്ഥി മരിച്ചതിനാലാണ് വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. 100 ഡിവിഷനിൽ 50 എൻ.ഡി.എ വിജയിച്ചത്. കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടത് 51 സീറ്റാണ്. തിരുവനന്തപുരത്ത് 50 സീറ്റുകളിൽ വിജയിച്ച എൻ.ഡി.എ അധികാരമുറപ്പിച്ചെങ്കിലും ഇന്ത്യ സഖ്യം ഒരുമിച്ചാൽ ബി.ജെ.പിക്ക് ഭരണം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇത് ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇടതുപക്ഷം 29 സീറ്റിലാണ് വിജയിച്ചത്. യു.ഡി.എഫിന് 19 സീറ്റും ലഭിച്ചിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസും സി.പി.എമ്മും ഒന്നിച്ചാൽ 48 സീറ്റാകും. ഇവർ 2 സ്വതന്ത്രരെ ഒപ്പം നിർത്തുകയും ചെയ്താൽ ഇവിടെ സാധ്യതകൾ മാറിമറിയുമെന്ന് ഉറപ്പാണ്. അതേസമയം നിലവിൽ 50 സീറ്റുകളുള്ള എൻ.ഡി.എക്ക് സ്വതന്ത്രരെ ഒപ്പം നിർത്താനായാൽ വിഴിഞ്ഞം തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കാതെ തന്നെ കോർപ്പറേഷൻ ഭരിക്കാനാകുമായിരുന്നു. ഈ സാധ്യതകളാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലേക്ക് സാധ്യതകളെത്തിയാൽ മേയർ പദവി സ്വതന്ത്രന് ലഭിക്കാനാണ് സാധ്യതകൾ കാണുന്നത്. ഇടതുപക്ഷത്തിന്റെ മേയറെ യു.ഡി.എഫോ യു.ഡി.എഫിന്റെ മേയറെ എൽ.ഡി.എഫോ അംഗീകരിക്കാൻ സാധ്യത കുറവാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനും കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാറിനുമാകും ഇത്തരമൊരു ഘട്ടത്തിലെത്തിയാൽ നറുക്കു വീഴുക. 45 വർഷത്തെ സി.പി.എം ഭരണത്തിന് അറുതി വരുത്തി ബി.ജെ.പി. പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആരാകണമെന്നതിലും വലിയ ചർച്ചകൾ പലവിധത്തിൽ നടക്കുന്നുണ്ട്. വി രാജേഷ്, മുൻ IPS ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖ എന്നിവരുടെ പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ നേതാക്കളുടെ പേരുകൾ ഉയരുന്നുണ്ട്. വിജയമുറപ്പാക്കിയിട്ടും ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളത്.